ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, സമാധാനം തുടങ്ങി 6 മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരെ കണ്ടെത്തിയാണ് എല്ലാ വർഷവും നൊബേൽ സമ്മാനം നൽകുന്നത്. സമാധാനത്തിനൊഴികെയുള്ള സമ്മാനങ്ങളെക്കുറിച്ച് ഈ വർഷം ഒരു തർക്കങ്ങളും ഉണ്ടായില്ല. എന്നാൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വലിയ പ്രചരണങ്ങൾ ഉണ്ടായി. സമാധാനത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ സമ്മാനം വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് നൽകാനായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. മെറിറ്റ് അല്ല, രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ വിമർശനം. നൊബേൽ സമ്മാനത്തിനായി പരിഗണിക്കേണ്ട അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരിയിലായിരുന്നു. പ്രസിഡന്റ് പദവിയിൽ 1 മാസം മാത്രം പൂർത്തിയാക്കിയ ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഈ കാലയളവിൽ ഉണ്ടാക്കിയിരുന്നില്ല. സമാധാനത്തിനായി നൽകി എന്ന് പറയുന്ന അവകാശവാദങ്ങൾ വിശ്വസനീയവുമല്ല. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഗാസയിലെ യുദ്ധം അവസാനിക്കുകയും ബന്ദികളെ കൈമാറുകയും ചെയ്തു. 2 വർഷം മുമ്പ് ഹമാസ് നടത്തിയ ആക്രമണം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കാണുന്നത്. ഇതിൻ്റെ പേരിൽ 2026 തിരഞ്ഞെടുപ്പിൽ തൻ്റെ കക്ഷി പരാജയപ്പെടുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഭയപ്പെടുന്നു. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിച്ച് തൻ്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധം തുടരണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വാശി പിടിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ നിലപാട് കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി തയ്യാറായത്. സമാധാനം പുനഃസ്ഥാപിച്ചതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ലഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ്. ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടങ്ങില്ല എന്ന് ട്രംപ് ഉറപ്പു നൽകിയത് കൊണ്ടാണ് ഹമാസ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഹമാസിൻ്റെ തടവിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റും ട്രംപ് സ്വന്തമാക്കി. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി വീണ്ടും വർദ്ധിപ്പിച്ച നടപടി അമേരിക്കയ്ക്കു തന്നെ വലിയ തിരിച്ചടിയാകുന്നു. ചൈനയിലേക്ക് കയറ്റി അയക്കുന്ന സോയാബീൻ ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം ചൈന പ്രതികരിച്ചത്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നും അമേരിക്ക വാങ്ങുന്ന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തി. സോയാബീനിൻ്റെ വിൽപ്പന കുറയുകയും അമേരിക്കൻ കർഷകർ വലിയ ദുരിതത്തിലാവുകയും ചെയ്തു. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിച്ചതോടെ കമ്പ്യൂട്ടർ, വാഹനങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന ചിപ്പുകളുടെ ഉൽപ്പാദനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ വീണ്ടും ഉയർത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം. ഈ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി വർധനവ് അമേരിക്കയിൽ വലിയ വിലവർധന ഉണ്ടാക്കുമെന്നും അത് കുടുംബ ബഡ്ജറ്റുകളുടെ താളം തെറ്റിക്കും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചു.
അഫ്ഗാനിസ്ഥാനുമായി പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനത്തെ പലരും കാണുന്നത്. സൗദിയും ഖത്തറും ഒഴികെയുള്ള രാഷ്ട്രങ്ങൾ താലിബാൻ ഭരണകൂടവുമായി നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിലാണ് താലിബാൻ നേതാവും വിദേശകാര്യമന്ത്രിയുമായ അമീർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനം. ഈ സന്ദർശനം നടക്കുമ്പോഴാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചത്. തുടക്കം മുതൽ താലിബാനെ പാകിസ്ഥാൻ പിന്തുണച്ചിരുന്നു എങ്കിലും ഇപ്പോൾ വലിയ ശത്രുതയിലാണ്. താലിബാൻ തങ്ങളുടെ എതിരാളിയായ ഇന്ത്യയുമായി അടുക്കുന്നതിനെ ഉത്കണ്ഠയോടെയാണ് പാകിസ്ഥാൻ കാണുന്നത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നാണ് സംയുക്ത പ്രസ്താവനയിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുമായിട്ടല്ല, പാക് അധിനിവേശ കാശ്മീരുമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. വസ്തുതാവിരുദ്ധവും പ്രകോപനപരവുമായ ഈ പ്രസ്താവനയെ താലിബാൻ എതിർക്കാതിരുന്നത് പാകിസ്ഥാന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഗാസ ഉടമ്പടി പ്രകാരം യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ കൈമാറാനും കഴിഞ്ഞു. ഗാസയിലെ യെല്ലോ രേഖ എന്ന സ്ഥലത്തേക്കാണ് ഇസ്രായേലി സൈന്യം പിന്മാറിയത്. സൈനികർ ഒഴിഞ്ഞുപോയ സ്ഥലങ്ങളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തു. കുറച്ചുകാലം ഈ പ്രദേശത്തെ പോലീസ് ചുമതലകൾ ഹമാസ് നോക്കട്ടെ എന്നാണ് ട്രംപിൻ്റെ നിർദ്ദേശം. കണ്ണുകൾ മൂടിക്കെട്ടി കൈകൾ പിറകോട്ട് ബന്ധിച്ച് തടവുകാരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇസ്രായേലിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് നേരത്തെ ഹമാസ് തടവിലാക്കിയ പാലസ്തീൻകാരെയാണ് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിനു ശേഷം വെടിവെച്ചു കൊന്നത്. നിഷ്ഠൂരമായി പാലസ്തീൻ പൗരന്മാരെ കൊലപ്പെടുത്തിയതിന് പാലസ്തീൻ അതോറിറ്റി അടക്കമുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. സമാധാന കരാർ ഒപ്പുവെച്ചതിനു ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാണ് ഹമാസിൻ്റെ ആരോപണം. തീവ്രവാദികളുടെ സങ്കേതങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. യുദ്ധം അവസാനിച്ചു എങ്കിലും സമാധാനം ഇപ്പോഴും അകലെയാണ്. തൻ്റെ അടുത്ത ലക്ഷ്യം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. എല്ലാ കാര്യത്തിലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആദ്യം തീരുമാനമെടുക്കുകയും പിന്നീട് നടന്ന ചർച്ചകളിലൂടെ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയുമാണ് ഗാസയുടെ കാര്യത്തിൽ ട്രംപ് ചെയ്തത്. റഷ്യ അമേരിക്കയുടെ എതിർപക്ഷത്താണ്. വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയുടെ എതിരാളിയായ ചൈനയുടെ സഖ്യകക്ഷിയുമാണ്. പലപ്പോഴായി ട്രംപ് പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയെ ബാധിച്ചില്ല എന്നാണ് അമേരിക്കയുടെ തന്നെ വിലയിരുത്തൽ. ഭീഷണികളിലൂടെ 4 വർഷത്തോടടുക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആണവശക്തിയായ റഷ്യയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുകയോ റഷ്യയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയോ ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കുക എളുപ്പമായിരിക്കില്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് പാകിസ്ഥാൻ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചത്. യാതൊരു പ്രകോപനവും കൂടാതെ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടിച്ചതായും താലിബാൻ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഈ ആരോപണം താലിബാൻ ഭരണകൂടം നിഷേധിച്ചിട്ടുണ്ട്. 2021 താലിബാൻ ഭരണം ഏറ്റെടുക്കുന്നതുവരെ ഈ 2 രാജ്യങ്ങളും സഖ്യകക്ഷികളായിരുന്നു. റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിലും
അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും താലിബാന് പാകിസ്ഥാന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും ശക്തമായിരുന്നു. റഷ്യ, ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇരു രാജ്യങ്ങളും 48 മണിക്കൂർ വെടിനിർത്തലിന് സമ്മതിച്ചത്. ശത്രു രാജ്യത്തിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ച് രണ്ടു കൂട്ടരും പുറത്തുവിടുന്ന കണക്കുകൾ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല. സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാര റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചു. കഴിഞ്ഞ വർഷം തുടങ്ങിയ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഈ വർഷമാണ് പ്രസിഡന്റ് ആസാദും കുടുംബവും റഷ്യയിൽ അഭയം തേടിയത്. മനുഷ്യത്വപരമായ കാരണങ്ങൾ കൊണ്ടാണ് തങ്ങൾ ആസാദിനും കുടുംബത്തിനും അഭയം നൽകിയത് എന്നായിരുന്നു റഷ്യയുടെ വിശദീകരണം. 2000 മുതൽ റഷ്യയുടെ പിന്തുണയോടെയാണ് ആസാദ് സിറിയയുടെ ഭരണം നടത്തിയിരുന്നത്. ഇപ്പോഴത്തെ സിറിയൻ ഭരണകൂടം യുദ്ധ കുറ്റവാളികളായി കാണുന്ന ആസാദിനെ പോലെയുള്ള നിരവധി പേർക്ക് റഷ്യ അഭയം നൽകിയിട്ടുണ്ട്. ഇവരെ സിറിയയ്ക്ക് കൈമാറാൻ പുടിനോട് സിറിയൻ പ്രസിഡന്റ് ആവശ്യപ്പെടും എന്നാണ് അനൗദ്യോഗികമായി സിറിയ വെളിപ്പെടുത്തിയിരുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ബുധനാഴ്ച നടന്നു. എന്നാൽ യുദ്ധ കുറ്റവാളികളുടെ കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച നടന്നതായി സൂചനയില്ല. ദീർഘകാലമായി സിറിയ തങ്ങളുടെ സഖ്യകക്ഷിയാണെന്നും ഈ ബന്ധം തുടരുമെന്നുമാണ് പുടിൻ പ്രതികരിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യയുടെ എണ്ണ വ്യാപാരം എന്നാണ് ട്രംപിൻ്റെ പരാമർശത്തോട് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത്. മോഡിയുടെ ഉറപ്പിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായി അറിയില്ല എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതിനിധിയുടെ ഉത്തരം. ഇതേസമയം തങ്ങളുമായി എണ്ണ വ്യാപാരം നടത്തുന്നതിലൂടെ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് റഷ്യ പ്രതികരിച്ചത്. കമ്പോള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യ എണ്ണ നൽകുന്നത്. വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് റഷ്യ നൽകുന്ന ആനുകൂല്യം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. താരിഫ് വർദ്ധിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇന്ത്യയെ അനുസരിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. സ്വതന്ത്രമായ ചർച്ചകളിലൂടെ തീരുമാനങ്ങളിൽ എത്തണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവും നോബൽ സമ്മാന ജേതാവുമായ മരിയ കൊറീന മച്ചാഡോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചു. അമേരിക്കയിലേക്ക് വെനിസ്വേല മയക്കുമരുന്നും തീവ്രവാദികളെയും കയറ്റി അയക്കുന്നു. അമേരിക്കയിൽ നിന്നും പിടിച്ചെടുത്ത മയക്കുമരുന്നുകളുടെ 80% വെനിസ്വേലയിൽ നിർമ്മിച്ചതാണ്. $50 ദശലക്ഷം പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരിക്കുന്നത്. അഴിമതിയിലൂടെയാണ് മദുറോ അധികാരം പിടിച്ചെടുത്തത് എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഏതു മാർഗത്തിലൂടെയും അധികാരത്തിൽ നിന്നും മദുറോയെ പുറത്താക്കാൻ താൻ ചാരസംഘടനയായ CIA അനുമതി നൽകിയിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി സമ്മതിച്ചു. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഭരണകൂടം പരസ്യപ്പെടുത്താറില്ല.
ഇതിനകം പല പ്രാവശ്യം വെനിസ്വേലയുടെ കപ്പലുകളെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.